ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ദിസ് ഇസ് മീ വിത്ത് മല്ലു എപ്പിസോഡ്. അങ്ങനെ ഡ്രാഗൺ ബോളിന്റെ വലിയൊരു ചാപ്റ്റർ അവസാനിക്കുമ്പോൾ പുതിയ ഡ്രാഗൺ ബോൾ സീരീസുമായിട്ട് മുൻപോട്ടേക്ക് പോകുന്നത് നമ്മുടെ സ്വന്തം ഗോഹാനാണ്. ടെല്ലിന്റെ ആ വലിയ ആക്രമണത്തിന് ശേഷം ഇപ്പൊ ഭൂമി ശാന്തമാണ്. പക്ഷെ എന്താ, വലിയൊരു വില്ലൻ പോയെങ്കിലും ചെറിയ ചെറിയ വില്ലന്മാർ ഇപ്പോഴും സിറ്റിയിൽ അങ്ങനെ പൂണ്ട് വിളയാടുകയാണ്. ക്യാമറ അങ്ങനെ സൂം ചെയ്ത് സൈറ്റാൻ സിറ്റിയിലുള്ള വലിയൊരു ബാങ്ക് കാണിക്കുകയാണ്. ഒരു കൊള്ളസംഘമാണെങ്കിൽ ഇപ്പൊ ആ ബാങ്കിലേക്ക് കയറി വന്ന് അവിടെയുള്ള എല്ലാവരെയും തോക്കിന്റെ മുനയിൽ നിർത്തി പണത്തിനായിട്ട് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വില്ലനാണെങ്കിൽ ഒരു ലേഡിക്ക് നേരെ കണ്ണ് പോയിന്റ് ചെയ്യും. മര്യാദയ്ക്ക് ഇവിടെയുള്ള പണവും ആഭരണങ്ങളും അങ്ങനെ എല്ലാ വാല്യുബിളായ സാധനങ്ങളും ആ ബാഗിൽ നിറക്കെ തന്നെ അവന്റെ തന്നെ ഒരു അസിസ്റ്റന്റ് ആണെങ്കിൽ അവസാനത്തെ ബാഗും ഫില്ല് ചെയ്ത് അവന്റെ അടുത്തേക്ക് വരും. ഓക്കെ, ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം കിട്ടി, ഇനിയും ഞങ്ങൾ വേണമെങ്കിൽ ഇവിടേക്ക് വരുന്നു പറഞ്ഞ് അവനാണെങ്കിൽ നിർത്താതെ ദൂരെ ഷൂട്ട് ചെയ്ത് അവിടെയുള്ളവരെ എല്ലാവരെയും ഭയപ്പെടുത്തി പുറത്തേക്ക് പോവാണ്. കട്ട് ചെയ്താ ഇപ്പോ നമ്മുടെ ഗോഹാനെ കാണിക്കും. ചെറിയ പ്രായത്തിൽ നിന്ന് ഇപ്പൊ നമ്മുടെ ഗോഹാൻ വളർന്ന് 7 വർഷത്തിന് ശേഷം 16 വയസ്സുകാരനായി മാറിയിരിക്കുകയാണ്. അവൻ ചീച്ചി പറഞ്ഞതനുസരിച്ച് ഗ്രാമത്തിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയും പഠിച്ചും ഇപ്പൊ മിടുക്കനായി. അവനിപ്പോ കൂടുതൽ പഠിക്കാനും അറിവ് നേടാനും അവന്റെ അമ്മയുടെയും ഗ്രാൻഡ്പയുടെയും എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടെ സൈറ്റാൻ സിറ്റി ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവനാണെങ്കിൽ ഹാപ്പിയായി ഓക്കുവിന്റെ ആ ക്ലൗഡിൽ അങ്ങനെ യാത്ര ചെയ്തു വരും. ദാ കാണുന്നതാണ് സൈറ്റാൻ സിറ്റി. എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ക്ലൗഡിന്റെ ആവശ്യമില്ല, അവിടെ ഇറങ്ങി നടന്നു പോവാന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പോ ക്ലൗഡിന് ടാറ്റാ ബൈബയൊക്കെ പറഞ്ഞ് സിറ്റിയിലേക്ക് ചാടി ഇറങ്ങി അങ്ങനെ നടന്നു പോകാനായിട്ട് തുടങ്ങും. ഗോഹാനാണെങ്കിൽ അവിടെ സൈറ്റാന്റെ ചിത്രം പതിപ്പിച്ച വലിയൊരു ബോർഡ് കാണും. ഓ നോ, ഇവന്റെ ശല്യം അത് സഹിക്കാൻ കഴിയുന്നില്ല. ആ മോൺസ്റ്ററിന്റെ കയ്യിൽ നിന്ന് ഈ ഭൂമിയെ രക്ഷിച്ചത് ഇവനാണെന്ന് ചിത്രീകരിച്ച് ഇവൻ ഈ ഭൂമിയിൽ മൊത്തമായിട്ട് ഫേമസ് ആയി മാറി. അതിലൂടെ ഒരുപാട് കാര്യങ്ങളും അവൻ നേടിയെടുത്തു. ഈ സിറ്റിയുടെ പേര് പോലും അവൻ അവന്റെ പേരിലാക്കി മാറ്റി. ഇവന്റെ ശല്യം അത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഗോഹാനാണെങ്കിൽ മുൻപോട്ടേക്ക് ഓടും. അവൻ അവന്റെ വാച്ചിലേക്ക് നോക്കും. ഓ നോ, സമയം ഒരുപാട് വൈകി. ആ ഫ്ലൈങ് നിംബസിനോട് അല്പം കൂടെ സ്പീഡിൽ പോകാൻ പറയാമായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല, എന്റെ സ്പീഡ് അതൊരല്പം കൂട്ടിയാൽ മതി എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ നല്ല സ്പീഡിൽ ഇപ്പൊ മുൻപോട്ടേക്ക് കുതിക്കും. അവന്റെ സ്പീഡ് കണ്ട് ഞെട്ടി ഒരു കാറിൽ പോയിക്കൊണ്ടിരുന്ന കപ്പിൾസ് അവര് കാർ നിർത്തി തിരിഞ്ഞു നോക്കും. ഗോഹാനാണെങ്കിൽ നല്ല സ്പീഡിൽ അങ്ങനെ മുൻപോട്ടേക്ക് 100-110 ഓടുമ്പോഴായിരിക്കും ദൂരത്തായിട്ട് ആ ബാങ്കിൽ നടക്കുന്ന റോബറി കാണാം. കള്ളന്മാരും പോലീസുകാരും അവര് തമ്മിൽ ഏറ്റുമുട്ടുന്നത് കണ്ട് ഗോഹാൻ ഞെട്ടും. ഓ നോ, വീണ്ടും ഈ കൊള്ളക്കാര് അവർ ഈ സിറ്റിയിലേക്ക് വന്നു. ഇതിപ്പോ 3ാമത്തെ തവണയാണ്. എനിക്കിത് കണ്ടിട്ട് നോക്കി നിൽക്കാനാവുന്നില്ല. ഞാൻ എന്റെ ഫോം അത് ചേഞ്ച് ചെയ്യണം, അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്നെ മനസ്സിലാവില്ല എന്ന് പറഞ്ഞ് ഗോഹാനാണെങ്കിൽ അവന്റെ രൂപം അത് ആ സൂപ്പർ സയൻ മോഡിലേക്ക് ചേഞ്ച് ചെയ്യും. അടുത്ത നിമിഷം അവൻ അറ്റാക്ക് ചെയ്യാൻ തയ്യാറാവും. ഇവിടെ ആ മോൺസ്റ്റേഴ്സ് ആണ്. ആ കള്ളന്മാരാണെങ്കിൽ നിർത്താതെ പോലീസുകാരെയും അവരുടെ വാഹനത്തെയും ഷൂട്ട് ചെയ്ത് നശിപ്പിച്ചു കൊണ്ടേയിരിക്കും. അടുത്ത നിമിഷം ഗോഹാനാണെങ്കിൽ അവിടേക്ക് ചാടി വീണ് ആ കള്ളന്മാരെ ആഞ്ഞടിക്കും. ഒരു കള്ളനാണെങ്കിൽ ഗോഹാനെ അറഞ്ചം പുറഞ്ഞ് ഷൂട്ട് ചെയ്യും. നമ്മുടെ ഗോഹാൻ ആ ബുള്ളറ്റ്സ് എല്ലാം ഈസി ആയിട്ട് എന്റെ കയ്യിൽ തന്നെ ക്യാച്ച് ചെയ്ത് ഇപ്പൊ ആ കള്ളനെ അടിക്കും. ആ ഗ്യാപ്പിൽ ബാക്കിയുള്ള കള്ളന്മാരാണെങ്കിൽ ഇപ്പൊ കാർ എടുത്ത് അവിടുന്ന് പറന്നു പോവാണ്. അടുത്ത നിമിഷം ഗോഹാൻ അവന്റെ പവർ ഉപയോഗിച്ച് ആ കാർ അങ്ങനെ ആക്സിഡന്റ് ആക്കി അവരെ തകർത്തില്ലാതാക്കും. ചുറ്റും ഉണ്ടായിരുന്ന പോലീസും ജനങ്ങളും എല്ലാവരും അത്ഭുതത്തോടു കൂടെ അവർ നോക്കും. ഓ നോ, ഇവിടെ എന്താ സംഭവിച്ചേ? ആ കള്ളന്മാരെ ആരാണ് അറ്റാക്ക് ചെയ്തത്? അവരെ ആരാണ് ഇല്ലാതാക്കിയത്? ആർക്കും അത് ആരാണെന്ന് മനസ്സിലാവില്ല. ഉടനെ ഒരു അപ്പാപ്പനാണെങ്കിൽ ഒരു പെൺകുട്ടിയോട് പറയും, അത് ചെയ്തത് ഒരു ഗോൾഡൻ വാരിയർ ആണ്. അവൻ ഒരു പയ്യനാണ്. നിന്റെ സ്കൂളിൽ തന്നെയാണ് അവനും പഠിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിന്റെ കയ്യിലുള്ള അതേ സ്കൂൾ ബാഗ് ഞാൻ അവന്റെ തോളിലും കണ്ടു. പിന്നെ ആ പെൺകുട്ടിയാണെങ്കിൽ തീർത്തു പറയും, അതാരാണെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ആ പെൺകുട്ടിയാണെങ്കിൽ അവളുടെ ക്ലാസ്സിലേക്ക് വന്ന് ഷാർപ്നർ എന്ന് പേരുള്ള ഒരു പയ്യനോട്, സത്യം പറയും, നീയല്ലേ സൂപ്പർ ഹീറോ പയ്യൻ? അവനാണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, ഞാനൊന്നുമല്ല, എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല. മോർണിംഗ് തന്നെ ഞാൻ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ക്ലാസ്സിലേക്ക് വന്നത്. ഞാൻ ഇതുപോലെ ചീപ്പ് ഷോ ഒന്നും കാണിക്കാറില്ല. വേറൊരു പെൺകുട്ടിയാണെങ്കിൽ സൈറ്റാന്റെ മകനോട് പറയും, ഒരു പക്ഷേ മറ്റേതെങ്കിലും സൂപ്പർ ഹീറോ ഇവിടേക്ക് വന്നിട്ടുണ്ടാവോ? അതിനവൻ പറയും, എന്റെ അച്ഛന്റെ അത്രയും പവറുള്ള ആരും തന്നെ ഇവിടെ വന്നിട്ടില്ല, അങ്ങനെ ആരും തന്നെ ഭൂമിയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരങ്ങനെ കാര്യമായിട്ട് നടന്ന സംഭവത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന അതേ സമയം പ്രൊഫസർ ആണെങ്കിൽ അവിടേക്ക് കടന്നു വരും. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പുതിയ സ്റ്റുഡന്റിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. ഗോഹാൻ, ഇതാണ് നിന്റെ ക്ലാസ്സിലേക്ക് കയറി വായോ എന്ന് പറഞ്ഞ് ടീച്ചറാണെങ്കിൽ അവൻ അകത്തേക്ക് ക്ഷണിക്കും. ആ സുന്ദരി പെണ്ണാണെങ്കിൽ ഗോഹാനെ കാണുമ്പോൾ തന്നെ സംശയത്തോടു കൂടെ അവനെ നോക്കും. അവന്റെ പുതിയ ക്ലാസ് റൂം അത് ഒരുപാട് ഇഷ്ടപ്പെടും. എല്ലാവരും അവന്റെ സൗന്ദര്യം കണ്ട് അങ്ങനെ മയങ്ങി നിൽക്കുകയാണ്. ടീച്ചറാണെങ്കിൽ ഗോഹാനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇവൻ ഗ്രാമത്തിൽ നിന്ന് വന്നവനാണ്. ഇംഗ്ലീഷ്, കെമിസ്ട്രി, ഫോറിൻ ലാംഗ്വേജ് അങ്ങനെ എല്ലാത്തിലും ഇവന് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇവൻ ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. അത് കേട്ട് എല്ലാവരും ഇപ്പൊ ഗോഹാനെ സന്തോഷത്തോടു കൂടെ ഇൻവൈറ്റ് ചെയ്യാണ്. പക്ഷെ ചുന്ദരിപ്പെണ്ണ് മാത്രം ഗോഹാനെ അതിരൂക്ഷമായി നോക്കിക്കൊണ്ടേയിരിക്കും. ഒരു പെൺകുട്ടിയാണെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ഗോഹാനെ ഇരിക്കുന്ന സീറ്റിന്റെ അടുത്തേക്ക് വിളിക്കുകയാണ്.
സാറാണെങ്കിൽ ഇപ്പൊ ഗോഹാനോട് പറയും, നിനക്ക് ഇഷ്ടമുള്ള എവിടെ വേണമെങ്കിലും ഇരിക്കാം, നീ കംഫർട്ടബിൾ ആയി ക്ലാസ്സിൽ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അതിന് ഗോഹാനാണെങ്കിൽ ഓക്കെ പറഞ്ഞ് ആ പെൺകുട്ടി ഇൻവിറ്റേഷൻ ആക്സെപ്റ്റ് ചെയ്ത് അവളുടെ അടുത്ത് തന്നെ ചെന്നിരിക്കുകയാണ്. അവളാണെങ്കിൽ അവൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, സത്യത്തിൽ നീ അടിപൊളിയാണ്. അതിനുശേഷം ആ പെൺകുട്ടിയാണെങ്കിൽ ഇപ്പോ ആ ചുന്ദരി പെണ്ണിനെ ചൂണ്ടിക്കാണിക്കും. ഇവൾ ഭൂമിയെ രക്ഷിച്ച വേൾഡ് ചാമ്പ്യൻ ആയിട്ടുള്ള സെയ്റ്റാന്റെ ഏക മകളാണ്. അത് കേട്ട് ഇപ്പൊ നമ്മുടെ ഗോഹാൻ ഞെട്ടും. വാവ്, അത്രയും സ്ട്രോങ് ആയ ഒരാളുടെ മകളെ കാണാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. സെയ്റ്റാന്റെ മകളായതുകൊണ്ട് തന്നെ ഇവളും ഒട്ടും നിസ്സാരക്കാരി ആയിരിക്കില്ല, ഇവൾക്കും നല്ല പവർ ഉണ്ടാവും അല്ലേ. അത് കേട്ട് അവളാണെങ്കിൽ ടെററായിട്ട് ഗോഹാനെ തന്നെ നോക്കും. സത്യം പറയ്, ആ ഒരു റോബറി നടന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നത് നീയല്ലേ? ആ പവർഫുൾ ആയിട്ടുള്ള ഗോൾഡൻ ഹ്യൂമൻ അത് നീ തന്നെയാണ്. അത് കേട്ട് ഗോഹാൻ ഞെട്ടും. ഗോൾഡൻ ഹ്യൂമണോ? അതിനാ പെണ്ണു പറയും, അത് ഗോൾഡൻ ഹ്യൂമൻ. കുറച്ച് വർഷങ്ങൾക്കിടെ 3 തവണ ആ ഗോൾഡൻ ഹ്യൂമൻ ഇവിടേക്ക് വന്ന് ഇപ്പോ ഇവിടെയുള്ള ജനങ്ങളെ പല ആപത്തിൽ നിന്നും രക്ഷപ്പെടുത്തി. അവന്റെ ശരീരവും മുടിയൊക്കെ ഗോൾഡൻ കളറിലായിരുന്നു കാണപ്പെട്ടത്. അതുകൊണ്ടാണ് എല്ലാവരും അവനെ അങ്ങനെ വിളിക്കുന്നത്. ഗോഹാനാണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും. ഓ നോ, ഇവരെന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവോ? ഒരുപക്ഷെ 3 തവണ ഇവിടേക്ക് വന്നതും ഞാനാണെന്ന് ഇവർ മനസ്സിലാക്കിയ അത് വലിയ കുഴപ്പമാണെന്ന് പറഞ്ഞ് ഗോഹാനാണെങ്കിൽ സൈലന്റ് ആയിട്ടിരിക്കും. പക്ഷേ ആ ചുന്ദരി പെണ്ണ് അവളാണെങ്കിൽ ഗോഹാനോട് ചോദിക്കും, പറയ്, അത് നീ തന്നെയല്ലേ? ആൾക്കൂട്ടത്തിനിടയിൽ ഞാൻ നിന്നെ കണ്ടതാണ്. മാത്രമല്ല അവിടെയുള്ള ഒരു അപ്പാപ്പൻ കറക്റ്റ് ആയിട്ട് നിന്റെ ഈ കറുത്ത ജാക്കറ്റും ഈ ടീഷർട്ടും അതുപോലെ തന്നെ ഗ്രേ പാന്റും സ്കൂൾ ബാഗും എല്ലാം തന്നെ തിരിച്ചറിഞ്ഞതാണ്. അത് നീ തന്നെയാണ്. അതിന് ഗോഹാൻ പറയും, അയ്യോ ഇല്ല, ഞാനല്ല, എനിക്ക് അതിന് മാത്രം വലിയ പവറൊന്നുമില്ല, ഞാനൊരു സാധാരണ മനുഷ്യനാണ്. അത് കേട്ട ജിമ്മൻ അവനാണെങ്കിൽ ഗോഹാനെ നോക്കി കളിയാക്കി ചിരിക്കും. ജിമ്മൻ ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഗോഹാനെ പുച്ഛിക്കും. അവനെ കണ്ടാൽ തന്നെ അറിയാം അവന് ഫൈറ്റ് ചെയ്യാനൊന്നും അറിയില്ല എന്ന്. മാത്രമല്ല അവനൊരു പുസ്തക പുഴുവാണ്. എല്ലാ വിഷയങ്ങൾക്കും നന്നായിട്ട് പഠിച്ച് മാർക്ക് വാങ്ങാൻ മാത്രമേ അവൻ അറിയൂ. എല്ലാറ്റിലും ഉപരിയായിട്ട് അവന്റെ തലമുടി അത് ബ്ലാക്ക് ആണ്. അത് കേട്ട ആ പെൺകുട്ടിയും പറയും, അതെ, അവൻ ആ ഫൈറ്റിംഗ് വാരിയർ ആവാൻ ചാൻസ് വളരെ കുറവാണ്. പക്ഷെ ചുന്ദരി പെണ്ണിനാണെങ്കിൽ വീണ്ടും എന്തൊക്കെയോ സംശയം തോന്നും. ഒരുപക്ഷെ ഞാനെന്ന് കണ്ട ആ ഫൈറ്റിംഗ് വീഡിയോ, അതിലെ ബ്ലാക്ക് ഹെയറിൽ നിന്നും ഗോൾഡൻ ഹെയർ ആവുന്ന ആ പയ്യൻ ഇവൻ തന്നെ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്ന് ചിന്തിച്ച് അവളാണെങ്കിൽ ഗോഹാനെ തന്നെ നോക്കിക്കൊണ്ടേയിരിക്കും. അവിടെ മഞ്ഞമുടി പെണ്ണാണെങ്കിൽ ഗോഹാനോട് ചോദിക്കും, നീ എവിടെയാ താമസിക്കണേ? ഇവിടെ ഹോസ്റ്റലിലാണോ അതോ സ്ഥിരം വീട്ടിൽ നിന്ന് വന്നു പോവാണോ? അതിന് ഗോഹാൻ പറയും, ഞാൻ വീട്ടിൽ നിന്ന് വന്നു പോവാണ്. സെക്ടർ 439 എന്റെ വീട്. അത് കേട്ട് അവൾ ഞെട്ടും. 60 മൈൽ ദൂരെയാണ്. അത്രയും ദൂരം നീ ഫ്ലൈങ് ജെറ്റിൽ വന്നാൽ പോലും 5 മണിക്കൂർ എടുക്കും. സോ നീ പാതിരാത്രി മുതലേ അവിടുന്ന് ട്രാവൽ ആരംഭിക്കുവോ? അത് കേട്ട് ഗോഹാനാണെങ്കിൽ മറുപടി ഒന്നും പറയാൻ കഴിയാതെ തലയൊക്കെ ചൊറിഞ്ഞ് അങ്ങനെ ചിരിച്ചു നിൽക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ബോർഡ് കളിക്കാനായിട്ട് സ്റ്റുഡൻസ് എല്ലാവരും പുറത്തേക്ക് വരികയാണ്. ആ ജിമ്മനാണെങ്കിൽ ഗോഹാനോട് ചോദിക്കും, നിനക്ക് ഈ ബോർഡ് കളിക്കാൻ അറിയോ? അതിന് ഗോഹാൻ പറയും, ഇല്ല, ഞാൻ ഇതുപോലത്തുള്ള കളികൾ കളിച്ചിട്ടില്ല. ജിമ്മന്റെയും ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും നിർബന്ധപ്രകാരം ഇപ്പൊ നമ്മുടെ ഗോഹാനെ ആ ചുന്ദരി പെണ്ണിന്റെ ടീമിലേക്ക് ആക്കുകയാണ്. അവൾക്കാണെങ്കിൽ ഒട്ടും താല്പര്യം ഇല്ലാഞ്ഞിട്ട് പോലും അവൾ വേറെ വഴിയില്ലാതെ ആക്സെപ്റ്റ് ചെയ്യും. കളിയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യും. ഗോഹാനാണെങ്കിൽ അവന്റെ മനസ്സിന് തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. എന്റെ അമ്മ പറഞ്ഞതുപോലെ എന്റെ പവർ ഒരു കാരണവശാലും ഇവർ തിരിച്ചറിയാനായിട്ട് പാടില്ല. അങ്ങനെ അറിഞ്ഞ അത് വലിയ കുഴപ്പമായിരിക്കും. ചുന്ദരി പെണ്ണാണെങ്കിൽ ബോൾ വലിച്ചെറിയും. ആ ഒരു ജിമ്മനാണെങ്കിൽ ബോൾ അങ്ങനെ വലിച്ചു ദൂരേക്ക് അടിക്കുകയാണ്. നമ്മുടെ ഗോഹാൻ അവൻ പരിസരം മറന്ന് ഒരുപാട് ഹൈറ്റിൽ പറന്ന് ആ ബോൾ ക്യാച്ച് ചെയ്ത് ഓപ്പോസിറ്റ് ഉള്ളവരെ ആ ബോൾ ഉപയോഗിച്ച് എറിഞ്ഞ് തോൽപ്പിക്കും. അതിനുശേഷം ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടി പറയും, നമ്മൾ ഒറ്റയടിക്ക് 3 പേരെ തോൽപ്പിച്ചു, വായോ നമുക്ക് ബാറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. അതുകൊണ്ട് എല്ലാവരും ഞെട്ടും. അപ്പോഴായിരിക്കും തനിക്ക് പറ്റിയ അമളി അത് ഗോഹാൻ മനസ്സിലാക്കുക. അഫറിയാണെങ്കിൽ ഗോഹാനോട് പറയും, വാവ് മോനെ, നീ ശരിക്കും കലക്കി കളഞ്ഞു. ഇത്രയും ഹൈറ്റിൽ നിന്നെ കൊണ്ട് ചാടാൻ കഴിയുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചതല്ല. ചുരുങ്ങിയത് 20 അടി മുകളിലെങ്കിലും ചാടിയിട്ടുണ്ടാവും. ഇത്രയും കഴിവും പവറും ഒക്കെ നിനക്ക് എവിടുന്ന് കിട്ടി? അടുത്തായിട്ട് ഗോഹാനാണെങ്കിൽ ബാറ്റ് ചെയ്യാനായിട്ട് ആ ഭാഗത്തേക്ക് കടന്നു വരും. നേരത്തെ പറ്റിയവരുടെ അമളി ഇനി സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വരുന്ന ബോള് അവൻ ബാറ്റ് വെച്ച് അടിക്കുന്നതിന് പകരം തല വെച്ച് കിക്ക് ചെയ്ത് റണ്ണെടുക്കാനായിട്ട് ഓടും. അതുകൊണ്ട് എല്ലാവരും തലയ്ക്ക് കൈ കൊടുക്കും. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഗോഹാനാണെങ്കിൽ തിരികെ വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. ഉടനെ ജിമ്മനാണെങ്കിൽ ഗോഹാനോട് പറയും, ഏത് ക്ലബിലാണ് ചേരുന്നതെന്ന് തീരുമാനിച്ചോ? നിനക്ക് വിരോധമില്ലെങ്കിൽ ബോക്സിംഗ് ക്ലബിൽ ചേർന്നൂടെ? അതാവുമ്പോ നിന്റെ പവറിനും കഴിവിനും പറ്റിയ ക്ലബ്ബാണ്. ഉടനെ മഞ്ഞമുടി പെണ്ണ് പറയും, ഗോഹാന്റെ വീട് ഇത്തിരി ദൂരത്താണ്, അവൻ ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യാനുണ്ട്. സോ അവനെ കൊണ്ട് ഈ ക്ലബ് ആക്ടിവിറ്റി ഒക്കെ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ശരിവെച്ച് ഗോഹാനും അവിടുന്ന് കടന്നുപോകും. അവനാണെങ്കിൽ വളരെ സ്പീഡിൽ നടക്കുന്നത് കണ്ട് ഗോഹാന്റെ രഹസ്യം അത് മനസ്സിലാക്കാനായി ചുന്ദരി പെണ്ണും അവനെ ഫോളോ ചെയ്യും. കാര്യം പിടികിട്ടിയ ഗോഹാനാണെങ്കിൽ നൈസായി അവളെ പറ്റിച്ച് അവിടുന്ന് ഫ്ലൈ ചെയ്ത് കടന്നു പോകും. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.